ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം പരാജയത്തിലേക്ക് നീങ്ങിയ BJP ഇപ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നു. ഏതായാലും BJP ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സഖ്യകക്ഷികളുടെ സഹായത്താലാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഖ്യകക്ഷികളെ കൂട്ടി ഭരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. കഴിഞ്ഞ രണ്ട് ടേമിലും 2014-ലും 2019-ലുമൊക്കെ അവർക്ക് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ മെരുക്കേണ്ടതോ ഇല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതോ ആയ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയായിരിക്കും ഈ കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുക. പക്ഷേ വളരെ വേഗം BJP അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മികച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ BJPക്ക് കഴിയുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം 62 പേജുള്ള ബഡ്ജറ്റ് പ്രസംഗം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ സമഗ്രമായി തന്നെ ഈ പരാജയത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടൊരു ബഡ്ജറ്റ് തന്നെയായിരുന്നു. അതിൽ പ്രധാനമായി തൊഴിൽ ബന്ധിത പ്രോത്സാഹനം നൽകുക, തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കാണുക, അപ്രന്റീസ് സ്കീം കൊണ്ടുവരിക, അതായത് പ്രമുഖമായ സ്ഥാപനങ്ങളിൽ അപ്രന്റീസ്മാരായിട്ട് യുവാക്കളെ എത്തിക്കുക, അവിടെ വരുന്നവർക്ക് 1 മാസത്തെ ശമ്പളം നൽകുക, അങ്ങനെ അനവധി സ്കീമുകൾ. ഒപ്പം തന്നെ സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടിയുള്ള സ്കീമുകൾ, ഇവയ്ക്കൊക്കെയാണ് മുൻതൂക്കം നൽകിയത്. കാരണം ഒരു പരാജയം വന്നു, ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും പ്രതിപക്ഷം അന്ന് ഉന്നയിച്ചിരുന്നത് തൊഴിലില്ലായ്മ ആയിരുന്നൊരു പ്രധാന പ്രശ്നം. തൊഴിലില്ലായ്മയുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരിഹാരം കാണുന്ന നീക്കം നടക്കുന്നു. ഒപ്പം തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള സഹായം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സഹായം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം. ഒപ്പം തന്നെ സഖ്യകക്ഷികൾക്ക്, അതായത് ബീഹാറിനും ആന്ധ്രയ്ക്കും അർഹമായ പരിഗണന നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം നരേന്ദ്രമോദിക്ക് കൂട്ടുകക്ഷി സർക്കാരിന് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ബഡ്ജറ്റ് പ്രസംഗം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.